ഫ്രണ്ട്സ്, നമ്മുടെ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിലേക്കുള്ള പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വാക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് സി കാറ്റഗറിയിലുള്ള സിവിലിയൻ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10th, അതായത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. ഇനി +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. IT ഉള്ളവർക്ക് വേക്കൻസി ഉണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ നമ്മൾ 2 രീതിയിൽ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ചാനൽ വീഡിയോസ് സെലക്ട് ചെയ്താൽ 2 വീഡിയോ ഇവിടെ കാണാം. HOCLൻ്റെ ഒന്ന് നിങ്ങൾക്ക് കാണാം, വെറും 3 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. അതേ സെയിം വീഡിയോ തന്നെ തമ്പനയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 13 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഈ 13 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന വീഡിയോയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ 3 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന വീഡിയോയിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും വേക്കൻസിയും മാത്രമാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ഉണ്ടാവും. ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കുറച്ച് പേര് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ ചാനലിൽ റീസെൻ്റായിട്ട് മെമ്പർഷിപ്പ് എടുത്ത ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും മെമ്പർഷിപ്പ് എടുത്ത് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതിൻ്റെയും ഈ പറയുന്ന നമ്മളിപ്പം പറയാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിലേക്കുള്ള വേക്കൻസിയുടെയും ഇതുപോലെ നമ്മൾ ഒരു 5 മിനിറ്റിന് താഴെയുള്ളൊരു വീഡിയോ ആണ് ഓപ്പൺ ആയിട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോമൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് നമ്മളെന്താണ് ഫില്ല് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഹാൻഡ് റിട്ടൺ ആണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ, ഫോട്ടോ ഒക്കെ എങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടത് എന്നുള്ള ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് മെമ്പേഴ്സ് ഓൺലി ചെയ്യുക. അതല്ലാതെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ വീഡിയോസും അരമണിക്കൂർ കണ്ടത് ഇതൊക്കെ ഓപ്പൺ ആയി ചെയ്താണ് എല്ലാ വീഡിയോസും നമുക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും എന്താണ് വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓപ്പണായിട്ട് നമ്മൾ എന്താണ് ഷോർട്ട് വീഡിയോ, അതായത് 5 മിനിറ്റിന് താഴെയുള്ള വീഡിയോസും ഇടയ്ക്കൊക്കെ നമ്മൾ ചെയ്യും. അതല്ലാത്ത ഒരു 5 മിനിറ്റിന് താഴെയുള്ള വീഡിയോസും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസും കാണാൻ പറ്റും. അതായത് ഡീറ്റെയിൽഡ് വീഡിയോസിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ അതിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ അതിനെ അസിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം, ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് വെല്ലിംഗ്ടൺ, നീലഗിരി ജില്ലയിലാണ് ഈ പറയുന്ന വെല്ലിംഗ്ടണിലാണ് നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം, ദ കമാൻഡൻറ്റ് ഡിഫൻസ് സർവീസ് സ്റ്റാഫ്സ് കോളേജ് വെല്ലിംഗ്ടൺ ഇൻവൈറ്റ്സ് അപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ ഇന്ത്യൻ സിറ്റിസൺ ഫോർ ദ ഫോളോയിങ് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കാണ് ഈ പറയുന്ന വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ നെയിം ഓഫ് പോസ്റ്റ്, പേ ലെവൽ, നമ്പർ ഓഫ് വേക്കൻസി, ഏജ് ലിമിറ്റ് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതിൽ ഞാൻ ടോട്ടൽ വേക്കൻസി പറയുന്നുള്ളൂ. ലോ ഡിവിഷൻ ക്ലർക്ക് LDC 9 വേക്കൻസി, ദെൻ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ നിങ്ങൾക്ക് 13 വേക്കൻസി, പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS 38 വേക്കൻസി, പിന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് 5 വേക്കൻസി, സൂപ്പർവൈസർ നെറ്റ്വർക്കിംഗ് 1 വേക്കൻസി, പിന്നെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 4 വേക്കൻസി, ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്റർ 4 വേക്കൻസി, ലൈൻമാൻ 2 വേക്കൻസി, ദെൻ ബോർഡ് ബിൽഡർ 1 വേക്കൻസി, ദെൻ ടെക്നിക്കൽ അറ്റൻഡൻറ്റ് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ 1 വേക്കൻസി. അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏജ് ലിമിറ്റാണ്. ചില പോസ്റ്റിന് 18-20, ചിലതിനൊക്കെ എന്താണ് 18-25 ഉണ്ട്, അതും ശ്രദ്ധിക്കണം. പിന്നെ അതോടൊപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് റിസർവ്ഡ് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ റിസർവേഷൻ കാര്യങ്ങൾ ലഭിക്കും. ഇനി റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും അൺറിസർവ്ഡ് പോസ്റ്റ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെയൊക്കെ അൺറിസർവ്ഡ് പോസ്റ്റ് ഉണ്ട്, ഇവിടെ റിസർവ്ഡ് വേക്കൻസി ഇല്ല. പക്ഷേ അൺറിസർവ്ഡ് പോസ്റ്റിലേക്ക് ഏത് കാറ്റഗറി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോ ഡിവിഷൻ ക്ലർക്കിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് മതി എന്ന് വെച്ചാൽ അക്കാദമിക്കലായിട്ട് ഈ പറയുന്ന +2 നിങ്ങൾ പാസ്സായിരിക്കുക എന്നുള്ള കാര്യം മാത്രം മതി. അതല്ലാതെ വേറെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റു ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അതായത് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 10 മിനിറ്റ് ആയിരിക്കും അതിൻ്റെ ഒരു ടൈം അനുവദിക്കുക. അപ്പോൾ ആ സ്പീഡിൽ നമ്മൾ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇനി ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് മതി. ഹിന്ദി നിർബന്ധമല്ല, ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്, ഏതെങ്കിലും ഒരു മീഡിയം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്ത സിവിലിയൻ മോട്ടോർ. അപ്പോൾ +2 പാസ്സായിരിക്കും ഇതിലേക്ക്
അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇനി അടുത്ത സിവിലിയൻ മോട്ടോർ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റാണ്, ഓർഡിനറി ഗ്രേഡാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, പ്ലസ് 2 വർഷം ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് ഓഫീസ് ആൻഡ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഇതിലേക്ക് 10ാം ക്ലാസ് മാത്രം പാസ്സാൽ മതി. ഇതിലാണ് ഏകദേശം 38ഓളം വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേക്കൻസി ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 38ഓളം വേക്കൻസി നമുക്കിതിലുണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് 10th പാസ്സായാൽ മതി. നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു MTSൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ള് ഓഫീസ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ വർക്ക് ആയിക്കൊള്ളുന്നില്ല. പല കാറ്റഗറി വർക്കുകൾ ഇതിൽ ഉണ്ട്. ഓക്കെ, സ്വീപ്പിംഗ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ലോഡിങ്, അൺലോഡിങ്, ഷിഫ്റ്റിങ്, ഇങ്ങനെ ഗുഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനും ക്ലീനിങ്ങും അങ്ങനെയുള്ള പല പല നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയിട്ടുള്ള പല കാറ്റഗറിയിലുള്ള ആ ഒരു പോസ്റ്റുകൾ ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഫിസിക്കലി നമുക്ക് കുറച്ച് അധ്വാനമുള്ള പോസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കാം എന്നുള്ളതാണ്. പിന്നെ ഇതിലേക്ക് സ്റ്റെനോഗ്രഫി അറിഞ്ഞിരിക്കണം. സ്റ്റെനോഗ്രഫി അറിയാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഡിക്റ്റേഷനും ട്രാൻസ്ക്രിപ്ഷനൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇവിടെ സൂപ്പർവൈസർ നെറ്റ്വർക്കിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് വേണ്ടത്. അത് BE or BTech ആണ്. അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇതിലേക്ക് PG ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ IT-ലോ ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BE or BTech അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന MCA ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന സെർവറിലുള്ള നെറ്റ്വർക്ക് ആൻഡ് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് നിർബന്ധമാണെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഡിസൈറബിൾ നിങ്ങൾ നോക്കേണ്ട, ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുക, നിർബന്ധമല്ല എന്നുള്ളതാണ്, മാൻഡറ്ററി അല്ല. ഇനി ഇവിടെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഇതിലേക്ക് +2 ആണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, നെറ്റ്വർക്കിങ്ങിലുള്ള ഡിപ്ലോമയോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലുള്ള ബാച്ചിലർ ഡിഗ്രിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ +2 പാസ്സായിരിക്കുക. പ്ലസ് എന്ത് വേണം, നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിലുള്ള ഡിപ്ലോമയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സിസ്കോ അത് സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന CCNPO അതായത് CCNA അല്ലെങ്കിൽ CCNPO ഈ പറയുന്ന രണ്ടും വേണം. ഓക്കെ, രണ്ടും വേണം കേട്ടോ. ഓക്കെ, CCNAയും വേണം, CCNPയും വേണം. ഓക്കെ, പ്ലസ് 2 ഇയർ എക്സ്പീരിയൻസ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരിക്കണം. നിർബന്ധമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ്. ഇത് നിർബന്ധമല്ല, ഡിസൈറബിൾ ആണ്. ഇനി ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ +2 ആണ് യോഗ്യത വരുന്നത്. അതോടൊപ്പം തന്നെ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലുള്ള ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിലും നിങ്ങൾക്ക് എന്താണ് സർട്ടിഫിക്കേഷൻ വേണം. വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2 ഇയർ എക്സ്പീരിയൻസ് വേണം ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേഷനിലുള്ള. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ലൈൻമാൻ ആണ്. +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലൈൻ മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. +2 മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം മേഖലയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി ബോട്ട് ബിൽഡറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ പറയുന്ന ഫൈബർ ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ബോർഡ്സ് റിപ്പയർ ചെയ്തിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അത് നിങ്ങൾക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷിപ്പ് യാർഡിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഷിപ്പ് യാർഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ആ എക്സ്പീരിയൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലുള്ളവരാണെങ്കിൽ അവർക്ക് എക്സ് സെയിലറൊക്കെ ആണെങ്കിൽ അവർക്കും അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ടെക്നിക്കൽ അറ്റൻഡൻറ്റ് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് IT ആണ് വേണ്ടത്. അത് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററിലുള്ള IT ആയിരിക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതായത് ITയുടെ ആവശ്യമില്ല. 10ാം ക്ലാസ് പ്ലസ് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് IT ഉണ്ടെങ്കിൽ IT വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒരു രീതിയിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതിലേക്ക് ഏജ് റിലാക്സേഷനും മറ്റു കാര്യങ്ങളും ഉണ്ട്.
ഓക്കെ, ബാക്കി ഇതിലേക്ക് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇതിൽ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടാൽ മതിയല്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മെമ്പേഴ്സ് ഓൺലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫോം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ചെയ്യാം, നോട്ടിഫിക്കേഷനൊക്കെ റീഡ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പേജിലേക്ക് വരും. ഇവിടെ കാണാം നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺ കാണാം, അതിലൊക്കെ ഫോളോ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 13 വരെയാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു സംഭവമുണ്ട്. നമുക്കിവിടെ ജിയോ പ്രീമിയം വാട്സപ്പ് ജോബ് അലേർട്ട് പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി വൈസ് ആയിട്ട് നിങ്ങൾക്ക് ജോബ് അലേർട്ട് ഇൻഡിവിജ്വലി പേഴ്സണലായിട്ട് ലഭിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഓപ്പൺ ആയി വരാൻ കാണിക്കാൻ ജസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നോട്ടിഫിക്കേഷൻ നല്ല രീതിയിൽ റീഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യും. ആ വീഡിയോ നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ തരാം. വീഡിയോയുടെ നമ്മുടെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിടാം. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. ഇപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്. ഈ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും നമ്മളെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ ആവശ്യക്കാർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ചെയ്യും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐ ബട്ടണിൽ അതുപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം, ഡിസ്ക്രിപ്ഷനിലൊക്കെ തരാം. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകും കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.